Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. ഹരേ കൃഷ്ണ. ശ്രീ രാധാഗോവിന്ദ ഗുരുവിന്റെ ശ്രീമദ് ഭാഗവതങ്ങളിലേക്കുള്ള സ്വാഗതം. ഭഗവത്ജ്ഞാനതിമിരാന്തസ്യാനനാശനാശലാഘ്യ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സുഹൃതാന്തി വന്ദേഹം ശ്രീഗുരു ശ്രീയുതാപദകമലം ശ്രീഗുരു വൈഷ്ണവാംശ ശ്രീരൂപം സകൃചാദം സഗണരഘുനാഥാന്വിതം തം സജീവം സാത്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാം സഗണലളിതാം ശ്രീവിശാഖാനിതാം ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ. വാഞ്ചകൽപതരൂപശ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപാസുരൂപകം ഭക്താവതാരം ഭക്താഖ്യാൻ നമാമി ഭക്തശക്തികം. നിത്യാനന്ദമഹനവമി സർവാനന്ദകരം പരം ഹരിനാമപ്രദം ദേവം അവധൂത ശിരോമണി. നമോ മഹാവദിന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യാനാംനേ ഗൗരതിഷേ നമോ നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനി നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാരേ कृष्णाय कृष्ण भक्ताय तद्भक्ताय नमः. श्री प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंद हरे हरे कृष्ण. मदेग बंधु मत्संगिन मद्गुरु मन्महादना निष्ठारक मद्भाग्या मदानंदा नमोस्तुते. ഗ്രന്ഥരായ ശ്രീമദ് ഭാഗവതം की जय. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 30-ാം അധ്യായം ശ്ലോകം 27. ഹരേ കൃഷ്ണ. മതജി സ്ക്രീൻ കാണാവോ മതജി? ഹരേ കൃഷ്ണ. സ്ക്രീൻ ആയിട്ടില്ലല്ലോ ബ്രിജി. നെറ്റ്വർക്കിന്റെ ചെറിയ വൈഫൈ ഇല്ല, മൊബൈൽ ഡാറ്റയിലുള്ള, അപ്പൊ ചിലപ്പോഴേ കട്ടാവാൻ ചാൻസ് ഉണ്ട്. മതജി അപ്പോഴേ ശ്ലോകം ചൊല്ലിച്ചാൽ മതി. ഒന്ന് മതജി അൺമ്യൂട്ട് ചെയ്യണം എല്ലാരും. ഇപ്പൊ കാണാവോ? ഇപ്പൊ കാണാം. മതജി ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതത്വത്തെ അശേഷ ക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യത്തനുകമ്പിതം. രൂപം ഭഗവതത്വത്തെ അശേഷ ക്ലേശ
സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യത്തനുകമ്പിതം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതത്തേത് അശേഷ ക്ലേശ സംശയം. രൂപം ഭഗവതേശേഷം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യാദനുകമ്പിതം. ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യാദനുകമ്പിതം. രൂപം ഭഗവതത്തേത് അശേഷ ക്ലേശ സംശയം. രൂപം ഭഗവതേശേഷം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യാദനുകമ്പിതം. ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യാദനുകമ്പിതം. കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാ തേദശേഷ ക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യദനുകമ്പിതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവതാ തേദം ക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യാദനുകമ്പിതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീജി മാതാജി അൺമ്യൂട്ട് ചെയ്യൂ. മാതാജി കുറച്ച് പേരെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാമേന്ദ്ര പ്രഭു ഹരേ കൃഷ്ണ. ഹരേ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാ അശേഷ ക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യദനുകമ്പിതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വത്സല ഷാജി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാ ത്വേതദ് അശേഷ ക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യാദനുകമ്പിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. രമണി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാ തേതദശേഷ ക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യാദനുകമ്പിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പങ്കജാക്ഷി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതേ തേദശേഷ ക്ലേശ സംശയം ആവിഷ്കൃതം ന കൃഷ്ടാനാം കിമന്യദാനുകമ്പിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നിർമ്മല മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഓം കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാ തേദശേഷ ക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യദനുകമ്പിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. സിന്ധു സി കെ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഓം ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാ തേതദ് അശേഷ ക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യാദനുകമ്പിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വിജയനാണു മാതാജി. ഹരേ കൃഷ്ണ പ്രഭു മാതാജി. ഹരേ ഓം കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാ തേതദ് അശേഷ ക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യദനുകമ്പിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. സുവർണപ്രഭ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഓം കൃഷ്ണ. ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാ അശേഷ ക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യത് അനുകമ്പിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. തങ്കമണി മാതാജി.
ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാത്വേദ അശേഷാക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാ കിമന്യാദനുകമ്പിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മകുമാരി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാത്വേദശേഷക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. രതിയാചാര്യ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഓം ഹരേ നമോ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാ ത്വദത് അശേഷക്ലേശ സംശയം ആവിഷ്കൃതം ക്ലിഷ്ടാനാം കിമന്യദനുകമ്പിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. തനുപ്രതി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാത്വേദ അശേഷക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യത് അനുകമ്പിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. സീതാരാമനുണ്ണി മാതാജി. ഹരേ കൃഷ്ണ. സീതാരാമനുണ്ണി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാതീതേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനം കിമന്യദനുകമ്പിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വിരജ വിജയ ദേവിദാസി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഓം ഹരേ നമോ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാത്വേത അശേഷക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യത് അനുകമ്പിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ശാരദാജി നമ്പൂതിരി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാത്വേതദശേഷക്ലേശ സംശയം ആവിഷ്കൃതം ന കൃഷ്ടാനാം കിമന്യദനുകമ്പിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. സാവിത്രി കൃപേശ്വരി ദേവിദാസി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം ഹരേ മാതാജി. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാ അശേഷക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യദനുകമ്പിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. സാവിത്രി കൃപ ശാരദാക്ഷുഭാസന ദേവിദാസി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാതേദശേഷക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിം അന്യദനുകമ്പിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വസന്ത മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാതേദശേഷക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാന കിമന്യദനുകമ്പിതം. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശോഭ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാതേദശേഷ അനുകമ്പിതം. ഹരേ കൃഷ്ണ മാതാജി. അനിത മാതാജി. ഹരേ കൃഷ്ണ. അനിത മാതാജി. ഹരേ മാതാജി. ഹരേ ഓം കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാത്വേദ അശേഷക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യാദനുകമ്പിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ശോഭാപ്രതി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാതേദ അശേഷക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യദനുകമ്പിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വത്സല ഗോപാല മാതാജി. ഹരേ വത്സല കൃഷ്ണ ഗോപാല മാതാജി. ഹരേ കൃഷ്ണ. ഹരേ ഓം കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാത്വേദശേഷക്ലേശ സംശയം ആവിഷ്കൃതം ന കൃഷ്ടാനാം കിമന്യദനുകമ്പിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഗീതാസി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാത്വേദശേഷക്ലേശ
സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യദനുകമ്പിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഗീതാട്ടി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാ ത്വേതദശേഷക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യദനുകമ്പിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഭാരതീയ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. രൂപം ഭഗവതാ തേതദ് അശേഷക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യദനുകമ്പിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അനുത്തര കൃഷ്ണ ദേവിദാസി മാതാജി. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. വാസുദേവായ. രൂപം ഭഗവതാ ത്വേതദ് അശേഷക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യദനുകമ്പിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാ തേതദ് അശേഷ ക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യദനുകമ്പിതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. ഓക്കെ, നമുക്ക് ഇതിന്റെ വിവർത്തനം ഭാവാർത്ഥം നോക്കാം. രൂപം അവർ ഭഗവത അങ്ങയുടെ ഭഗവത് പദത്താൽ തു പക്ഷേ ഇത് അശേഷ പരിമിതിയില്ലാത്ത ക്ലേശ ദുഃഖങ്ങൾ സംശയം ശയിപ്പിക്കുന്ന ആവിഷ്കൃതം വെളിപ്പെട്ടു ഞങ്ങളുടെ ക്ലിഷ്ടാന ഭൗതികാവസ്ഥകളാൽ ദുരിതം അനുഭവിക്കുന്നവർ കിമന്യ എന്ന് പറയാൻ അനുകമ്പിതാം അങ്ങ് എപ്പോഴും അനുകമ്പ കാട്ടുന്നവർക്ക്. ഓക്കെ, നെറ്റ്വർക്കിന് ചെറിയ പ്രശ്നം ഉണ്ടാവുകൊണ്ട് ഞാൻ വീഡിയോ ഓഫ് ആക്കിയിട്ടുള്ളത് കുറച്ച് ക്ലിയർ കിട്ടും. ഫോണിന്റെ ഡാറ്റയിലാണ്. ഓക്കെ, വിവർത്തനം ആവർത്തന ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജയ്. പ്രിയപ്പെട്ട ഭഗവാനെ, ഞങ്ങൾ ബദ്ധാത്മാക്കൾ ജീവിതത്തിന്റെ ശരീരസങ്കല്പത്തിലുള്ള അജ്ഞതയാൽ ആവരണം ചെയ്യപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലായ്പ്പോഴും ഭൗതികത്തിന്റെ ദുരിതാവസ്ഥകൾക്ക് മുൻഗണന നൽകുന്നു. ആ ദുരിതാവസ്ഥകളിൽ നിന്ന് മോചിപ്പിക്കാൻ അങ്ങ് സ്വയം ഈ അതീന്ദ്രിയ രൂപത്തിൽ ആഗതനായിരിക്കുന്നു. ഇങ്ങനെ ക്ലേശിക്കുന്ന ഞങ്ങൾക്ക് മേലുള്ള അവിടുത്തെ അളവറ്റത് മഹേതുകവുമായ കാരുണ്യത്തിന് തെളിവാണിത്. ആ സ്ഥിതിയിലെത്താൻ അങ്ങേക്ക് എപ്പോഴും താല്പര്യമുള്ള ഭക്തന്മാർക്ക് ലഭ്യമാകുന്ന അനുഗ്രഹത്തെ കുറിച്ചിട്ട് എന്ത് പറയാൻ. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജയ്. ഭഗവാൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ ഭക്തന്മാരെ രക്ഷിക്കുവാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാനും പ്രവർത്തിക്കുന്നു. ഭഗവത്ഗീത 4:8 പറയുന്നു. നമ്മൾ നേരത്തെ ശ്ലോകത്തിൽ പ്രഭുപാദർ പറഞ്ഞു അല്ല, പരിത്രാണായ സാധുന വിനാശായ ച ദുഷ്കൃതം. അതേ അസുരന്മാരെ നിഗ്രഹിക്കുകയാണെങ്കിൽ പോലും അവർക്ക് പ്രയോജനമാണ് ചെയ്യുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിച്ച എല്ലാ ജീവാത്മാക്കൾക്കും അർജുനന്റെ രഥം ഓടിച്ചിരുന്ന കൃഷ്ണനെ നേരിൽ കാണാൻ കഴിഞ്ഞത് മൂലം അവരുടെ യഥാർത്ഥത്തിലുള്ള വ്യവസ്ഥാപിത പദവി നേടാൻ സാധിച്ചെന്ന് പറയപ്പെടുന്നു. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ ഉപരിപ്ലവമായി 2 കാര്യങ്ങളാണ് നടന്നത്. അസുരന്മാർ വധിക്കപ്പെട്ടു, ഭക്തൻ അർജുനൻ സംരക്ഷിക്കപ്പെട്ടു. എങ്ങനെയായാലും ഫലം എല്ലാവർക്കും ഒരുപോലെയായിരുന്നു. അതുകൊണ്ട് ഭഗവാന്റെ ആഗമനം ഭൗതികാവസ്ഥ മൂലം ഉണ്ടാകുന്ന എല്ലാ ദുരിതാവസ്ഥകളും ഇല്ലാതാക്കുന്നു. ജീവിതത്തിൽ ഭക്തന്മാർ മാത്രമല്ല മറ്റുള്ളവർക്കും അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇല്ലാതാക്കാൻ ഉദ്ദേശിക്കപ്പെട്ടുള്ളതാണ് ഈ രൂപം. അശേഷ ക്ലേശ സംശയം എന്ന് ഈ ശ്ലോകത്തിൽ വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. ആവിഷ്കൃത ന ക്ലിഷ്ടാനാം. പ്രജേതാക്കൾ തങ്ങൾ സാധാരണ മനുഷ്യരാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞു. കിമന്യത് അനുകമ്പിതം. ഭക്തന്മാർ എപ്പോഴും ഭഗവാനാൽ താല്പര്യപൂർവ്വം സ്വീകരിക്കപ്പെടും. ഭഗവാൻ ബദ്ധാത്മാക്കളോട് മാത്രമല്ല ഭക്തിത സേവനത്താൽ മുമ്പേ തന്നെ മോചിതരായ ഭക്തന്മാരോടും കാരുണ്യം പ്രകടിപ്പിക്കും. ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്ന ഭഗവത് വിഗ്രഹം അർച്ചാവിഗ്രഹം അഥവാ അർച്ചാവതാരം ആരാധ്യാർഹമായ ബിംബാവതാരം എന്ന് വിളിക്കപ്പെടുന്നു. നവഭക്തർക്ക് വേണ്ടിയാണ് ഈ സൗകര്യം. ഇതുമൂലം അവർക്ക് ഭഗവാനെ അഭിമുഖം ദർശിക്കുവാനും അർച്ചനാ രീതിയിൽ ആദര പ്രണാമങ്ങളും യജ്ഞങ്ങളും അർപ്പിക്കുവാനും കഴിയും. അത്തരം സൗകര്യങ്ങളിലൂടെ ഭക്തന്മാർ അവരുടെ യഥാർത്ഥ കൃഷ്ണബോധത്തിലേക്ക് ക്രമേണ എത്തിച്ചേരും. ആരംഭക്കാർക്ക് ഭഗവാൻ നൽകുന്ന ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹമാണ് ക്ഷേത്രത്തിലെ വിഗ്രഹാരാധന. അതിനാൽ എല്ലാ നവഭക്തരും ക്ഷേത്രത്തിലോ ഭവനത്തിലോ നിർബന്ധമായും ഭഗവാന്റെ വിഗ്രഹാരാധനയിൽ മുഴുകണം. പ്രഭുപാദ് കി ജയ്.
ഈ ഒരു ശ്ലോകം കൂടി നോക്കാം. 28ാമത്തെ. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാവത്വം ഹി വിഭൂഭിർഭാവ്യം ദീനേഷു വത്സലേ യദനുസ്മര്യേത കാലേ സ്വബുദ്ധ്യാ ഭദ്രരന്ദന. ഏതാവത്വം ഹി വിഭുഭിർഭാവ്യം ദീനേഷു വത്സലേ യദനുസ്മര്യേത കാലേ സ്വബുദ്ധ്യാ ഭദ്രരന്ദന. ഏതാവത് അപ്രകാരം ത്വം അങ്ങയുടെ ഭഗവത് പദം ഹി തീർച്ചയായും വിഭൂഭിഹി വിസ്തരണത്താൽ ഭാവ്യം ഗ്രഹിക്കപ്പെടുവാൻ ദീനേഷു വിനീതരായ ഭക്തർക്ക് വേണ്ടി വത്സലഹി സഹാനുഭൂതിയുള്ള ഏത് അനുസ്മര്യത്തെ എപ്പോഴും ഓർമ്മിക്കപ്പെടും. കാലേ ഹിതാകാലം സ്വബുദ്ധ്യ ഒരുവന്റെ ഭക്തിത സേവനത്താൽ അഭദ്രരന്ധന അല്ലയോ എല്ലാ അമംഗളങ്ങളും ഇല്ലാതാക്കുന്നവനെ. കൃത്യം ഭാവാർത്ഥം പ്രിയപ്പെട്ട ഭഗവാനെ, എല്ലാ അമംഗള കാര്യങ്ങളെയും ഹനിക്കുന്നവനാണ് അവിടുന്ന്. അങ്ങ് അർച്ചാവിഗ്രഹമായുള്ള അങ്ങയുടെ വിസ്തരണത്തിലൂടെ പാവപ്പെട്ട ഭക്തരോട് ദീനാനുകമ്പ കാട്ടുന്നു. അങ്ങ് നിശ്ചയമായും ഞങ്ങളെ അങ്ങയുടെ നിത്യദാസന്മാരായി കരുതണം. ഭാവാർത്ഥമേസി ഭക്തിവേദാന്ത സാമസ്വരൂപാധിച്ച്. അർച്ചാവിഗ്രഹം എന്ന് അറിയപ്പെടുന്ന ഭഗവാന്റെ രൂപം അദ്ദേഹത്തിന്റെ അളവറ്റ ശക്തികളുടെ ഒരു വിസ്തരണമാണ്. ഭക്തന്റെ സേവനങ്ങളിൽ ക്രമാനുഗതമായി സംപ്രീതനാകുന്ന ഭഗവാൻ യഥാകാലം അവനെ തന്റെ അനേകം കലർപ്പറ്റ സേവകരിൽ ഒരുവനായി സ്വീകരിക്കും. സ്വതേ അനുകമ്പാർത്ഥനായതിനാൽ ഭഗവാൻ തന്റെ നവഭക്തരുടെ സേവനം സ്വീകരിക്കുന്നു. ഭഗവത്ഗീത 9:26 സ്ഥിരീകരിച്ചിട്ടുള്ളത് പോലെ പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മനഃ. ഒരുവൻ സ്നേഹത്തോടും ഭക്തിയോടും ഒരു ഇലയോ പുഷ്പമോ ഫലമോ ജലമോ എന്ത് തന്നെ എനിക്ക് സമർപ്പിച്ചാലും ഞാനത് സ്വീകരിക്കും. ഭക്തൻ അർച്ചാവിഗ്രഹത്തിൽ കായ്കറികൾ, പഴങ്ങൾ, ഇലകൾ, ജലം തുടങ്ങിയവ നിവേദ്യങ്ങളായി അർപ്പിക്കുന്നു. ഭഗവാൻ ഭക്തവത്സലനും ഭക്തന്മാരോട് സഹാനുഭൂതിയുള്ളവനുമാകിയാൽ ഈ അർപ്പണങ്ങളെല്ലാം സ്വീകരിക്കുന്നു. ഭക്തന്മാർ വിഗ്രഹാരാധനയിൽ മുഴുകിയിരിക്കുകയാണെന്ന് നിരീശ്വരവാദികൾ കരുതിയേക്കും. പക്ഷെ വാസ്തവം വേറെയാണ്. ജനാർദ്ദനൻ പരമോന്നതനായ ഭഗവാൻ സേവന ഭാവത്തിൽ നൽകുന്നത് എന്തും സ്വീകരിക്കും. അത്തരം ആരാധനകളിൽ മുഴുകുന്ന നവഭക്തന് ചിലപ്പോൾ അവയുടെ മൂല്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ ഭഗവാൻ ഭക്തവത്സരനായതിനാൽ ഭക്തനെ സ്വീകരിക്കുകയും യഥാസമയം ഭഗവത് ധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെടുത്തി സ്വന്തം മനസ്സിനുള്ളിൽ ഭഗവാന് പായസം നിവേദിച്ച ഒരു ബ്രാഹ്മണന്റെ കഥയുണ്ട്. ബ്രാഹ്മണന് പണമോ വിഗ്രഹാരാധന നടത്താനുള്ള എന്തെങ്കിലും മാർഗമോ ഉണ്ടായിരുന്നില്ല. എങ്കിലും സ്വന്തം മനസ്സിനുള്ളിൽ അവൻ വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി അതെല്ലാം ഭംഗിയായി ക്രമീകരിച്ചു. വിഗ്രഹത്തെ സ്നാനം ചെയ്യിക്കുവാനുള്ള ജലം പുണ്യനദികളിൽ നിന്ന് കൊണ്ടുവരുവാൻ അവന് സ്വർണ്ണക്കുടങ്ങൾ ഉണ്ടായിരുന്നു. അവൻ പായസം ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ നിവേദ്യം ഭഗവാന് സമർപ്പിച്ചു. ഒരിക്കൽ പായസം സമർപ്പിക്കുന്നതിന് മുമ്പ് അതിന് അമിതമായ ചൂടുണ്ടെന്ന് അവന് തോന്നി. പരീക്ഷിക്കുവാൻ അതിലേക്ക് വിരലിട്ടതും അവന്റെ വിരൽ പൊള്ളിപ്പോയി. അതോടെ അവന്റെ ധ്യാനാരാധന മുറിയുകയും ചെയ്തു. അവൻ ഭഗവാന് നിവേദ്യം സമർപ്പിച്ചത് മനസ്സിലായിരുന്നെങ്കിലും ഭഗവാൻ അത് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അവൻ ഭഗവാനെ നിവേദ്യം സമർപ്പിച്ചത് മനസ്സിലായിരുന്നു, മാനസബുദ്ധിയാണ്. എന്നാലും ഭഗവാൻ അത് സ്വീകരിക്കുന്നുണ്ടായി. പരിണിത ഫലമായി ഭഗവാൻ ആ ബ്രാഹ്മണനെ വൈകുണ്ഠത്തിൽ നിന്നും രഥമയച്ച് ഭഗവത് ധാമത്തിലേക്ക് ഭഗവാനിലേക്ക് അപ്പോൾ തന്നെ കൊണ്ടുപോയി. അതുപോലെ ഭവനത്തിലോ ക്ഷേത്രത്തിലോ ഭഗവാന്റെ വിഗ്രഹത്തെ ആധികാരികങ്ങളായ വേദശാസ്ത്രങ്ങളുടെ ഉപദേശങ്ങളും ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശങ്ങളും അനുസരിച്ച് ആരാധിക്കേണ്ടത് ആത്മാർത്ഥതയുള്ള ഓരോ ഭക്തന്റെയും കടമയാണ്. നാരായണ നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദരേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യേശ്വരം. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ
ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനി നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമഃ. ശ്രീ പ്രഭുപാദ് की जय, गुरु महाराज की जय, ഹരേ കൃഷ്ണ. ഇന്നലത്തെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ നോക്കാനുണ്ടായിരുന്നല്ലേ. പിന്നെ അടുത്തതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഭഗവാന്റെ തന്നെ ഗുണാവതാരങ്ങളാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ അല്ലെ. ബ്രഹ്മാവും വിഷ്ണു ശിവൻ. ഓരോ ഗുണങ്ങളുടെയും അധിപനായിട്ട് അവരെ ആ ഗുണങ്ങളിലാണെന്നല്ല, ആ ഗുണങ്ങളുടെ അധിപനായിട്ട് തമോ ഗുണത്തിന്റെ അധിപനായിട്ട് ശിവനെയും, രജോ ഗുണത്തിന്റെ അധിപനായിട്ട് ബ്രഹ്മാവിനെയും, സത്വഗുണത്തിന്റെ അധിപനായിട്ട് വിഷ്ണു. അത് അങ്ങനെ ആ ഗുണത്തിന്റെ അധിപനാണ്. അല്ലാതെ അദ്ദേഹം ആ വ്യക്തി ആ ഗുണത്തിലാണെന്നല്ല, അങ്ങനെയുള്ള ഗുണത്തിലുള്ളവർ അല്ലെ. ശിവന്റെ ഭൂതഗണങ്ങള് അങ്ങനെയുള്ളവരൊക്കെയാണ് പലതരത്തിലുള്ള അല്ലെ. നമ്മൾ നേരത്തെ ദക്ഷന്റെ യാഗം അലങ്കോലമാക്കാൻ പോയതൊക്കെ പറയുന്നുണ്ടായി അല്ലെ. അപ്പൊ അതിലൊക്കെ എന്താണ്, അവരൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഉടമയാണെന്നുള്ളതാണ്, അല്ലാതെ അദ്ദേഹം തമോ ഗുണത്തിലുള്ളതാണെന്നല്ല. അപ്പൊ ഇങ്ങനെ ഗുണാവതാരങ്ങളുണ്ട് അല്ലെ. എന്നാൽ വിഷ്ണുവിന് തുല്യമാണ് ബ്രഹ്മാവും ശിവനും എന്ന് കരുതുന്നത് അപരാധമാണെന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ നാമ അപരാധങ്ങൾ പറയുമ്പോൾ പറയും അല്ലെ. ബ്രഹ്മാവിന്റെയും ശിവന്റെയും നാമങ്ങൾ വിഷ്ണുവിന്റെ നാമത്തിന് തുല്യമായിട്ട് സ്വതന്ത്രമായിട്ട് കരുതുന്നത് അപരാധമാണെന്ന് പറയും അല്ലെ. ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സംഹാരങ്ങൾക്ക് വേണ്ടി ഭഗവാൻ 3 വിധത്തിലുള്ള രൂപങ്ങൾ ബ്രഹ്മ, വിഷ്ണു, ശിവൻ സ്വീകരിക്കുന്നു എന്ന് മുൻ ശ്ലോകത്തിൽ പറയും. ഭൗതിക ലോകത്തിലെ 3 പ്രബല ദേവന്മാരും ബ്രഹ്മാവും വിഷ്ണു ശിവനും ഗുണ അവതാരങ്ങൾ എന്ന് വിളിക്കുന്നു. പരമദിവ്യത്വ പുരുഷനായ ഭഗവാന് ധാരാളം അവതാരങ്ങൾ ഉണ്ടെങ്കിലും ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരനുമാണ് ഈ ഭൗതിക ലോകത്തിലെ ആദ്യ അവതാരങ്ങൾ. ഈ 3 ബ്രഹ്മദേവനും മഹാദേവനും ഭൗതിക ദേഹങ്ങൾ സ്വീകരിക്കും. വിഷ്ണു ഭഗവാൻ ഭൗതിക ശരീരം സ്വീകരിക്കുന്നില്ല. അതിനാൽ അദ്ദേഹം വിശുദ്ധ സത്വം എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അസ്തം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തമാണ്. അതിനാൽ ബ്രഹ്മദേവന്റെയും മഹാദേവന്റെയും വിഭാഗത്തിലാണ് വിഷ്ണു ഭഗവാൻ എന്ന് ആരും കരുതരുത്. ഈ രീതിയിൽ ചിന്തിക്കുന്നതിൽ നിന്നും ശാസ്ത്രങ്ങൾ നമ്മെ വിലക്കുന്നു. അങ്ങനെയുള്ളവരെന്താണ്? പാഷണ്ഡികളാണെന്ന് പറയും, അവിശ്വാസികളാണെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു. യസ്തു നാരായണം ദേവം ബ്രഹ്മരുദ്രാദി ദൈവതൈ സമത്തേനയോ വീക്ഷേത സപാഷണ്ഡി ഭവേ ധ്രുവം. വിഷ്ണു ഭഗവാനെ ബ്രഹ്മദേവന്റെയും മഹാദേവന്റെയും വിഭാഗത്തിൽ പരിഗണിക്കുകയോ അല്ലെങ്കിൽ ബ്രഹ്മദേവന്റെയും മഹാദേവനെയും വിഷ്ണു ഭഗവാൻ തുല്യരായി പരിഗണിക്കുകയോ ചെയ്യുന്ന ഒരുവനെ പാഷണ്ഡി, അവിശ്വാസിയായി കണക്കാക്കുന്നു. അതിനാൽ ഈ ശ്ലോകത്തിൽ വിഷ്ണു ഭഗവാനെ നമോ വിശുദ്ധ സത്വായ എന്ന വാക്കുകളിൽ വിവേചിച്ചിരിക്കുന്നു. അവരുടെ പ്രജേതസ്സുകളുടെ പ്രാർത്ഥനയാണ് അല്ലെ. പ്രജേതസ്സുകൾ ഭഗവാനെ സ്തുതിക്കുന്നതാണ്. അപ്പൊ അതിലെന്താ പറയുന്നത്? വിഷ്ണു ഭഗവാൻ വിശുദ്ധ സത്വമാണ്. വിഷ്ണുവിനെ തുല്യമായിട്ട് മറ്റുള്ള ദേവീദേവന്മാരെ കണക്കാക്കരുത്. പ്രത്യേകിച്ചും ശിവനെയും ബ്രഹ്മാവിനെയും വിഷ്ണുവിനെ പലരും അങ്ങനെ പറയുന്ന അല്ലെ, ഒക്കെ ഒന്നാണ് എന്ന് പറയും അല്ലെ. അപ്പൊ അതിനെക്കുറിച്ച് പ്രഭുപാദർ ഇവിടെ തന്നെ പറയുന്നുണ്ട്. ബ്രഹ്മസംഹിതയിൽ പറയുന്ന കാര്യങ്ങൾ മഹാദേവനെ പറ്റിയിട്ട് ബ്രഹ്മസംഹിത ക്ഷീരം യഥാദതി വികാര വിശേഷ യോഗ സഞ്ചായതേ നഹിതദാ പൃഥഗസ്തി ഹേതു യം ശംഭുദാം അപി തദാ സമുപൈതി കാര്യാത് ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. മഹാദേവൻ തൈര് പോലെയാണെന്ന് പരിഗണിക്കും. തൈര് പാലിൽ നിന്നും പരിണാമപ്പെട്ടതാണ്. എന്നിരുന്നാലും തൈരിനെ പാലായി സ്വീകരിക്കാനാവില്ല. അതുപോലെ മഹാദേവന് വിഷ്ണു ഭഗവാന്റെ മിക്കവാറും ശക്തികളെല്ലാം ഉണ്ടെങ്കിലും ജീവാത്മാവിനേക്കാൾ ഉന്നതനാണെങ്കിലും അദ്ദേഹം തികച്ചും വിഷ്ണുവിനെ പോലെയല്ല. തൈര് പാലിൽ നിന്നും പരിണമിച്ചതാണെങ്കിലും ശരിക്കും പാലല്ലാത്തത് പോലെ.
ബ്രഹ്മസംഹിതയില് ബ്രഹ്മാവ് എന്താ പറയുന്നത്? മഹാദേവന്റെ ശംഭുവിന്റെ കാര്യം പറയും അല്ലെ. ഇതാണ് ഭഗവാൻ പാലാണെങ്കിൽ അല്ലെ, മഹാദേവൻ എന്ന് പറയുന്നത് തൈരാണെന്ന്. പാലിൽ നിന്നും പാല് കടഞ്ഞിട്ട് നമുക്ക് തൈരുണ്ടാക്കാൻ പറ്റും അല്ലെ. എന്നാൽ തൈരിനെ പിന്നീട് വീണ്ടും പാലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോ ഭഗവാൻ എന്ന് പറയുന്നത് പരമദിവ്യത്വം കൃഷ്ണനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനാണ്. അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്, അദ്ദേഹത്തിന്റെ ശക്തിയാൽ ഉണ്ടായിട്ടുള്ളതാണ് മറ്റെല്ലാവരും തന്നെ, എല്ലാ ദേവീദേവന്മാരും എല്ലാവരും തന്നെ. അപ്പോൾ ഒരിക്കലും മഹാദേവൻ ഭഗവാന് തുല്യനായിട്ട് കണക്കാകാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് ഉദാഹരണം എന്താണ്? പാലിൽ നിന്നും നമുക്ക് പലതും ഉണ്ടാക്കാം, തൈര് ഉണ്ടാക്കാം അല്ലെ. അപ്പോ ആ തൈരിൽ നിന്ന് വീണ്ടും പാലുണ്ടാക്കാനായിട്ട് സാധിക്കില്ല. പാലിന്റെ ഭാഗം തന്നെയാണ് തൈര്, എന്നാൽ പാലും തൈരും രണ്ട് ഉപയോഗങ്ങൾക്കാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, തൈരിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പാലിന് അതിൻ്റെതായിട്ട് അല്ലെ. അത് പറഞ്ഞു പാലിന്റെ മധുരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് തൈര് കഴിച്ചു കഴിഞ്ഞാല് അതൊക്കെ വയറിന്റെ അസുഖങ്ങളൊക്കെ കുറയും അല്ലെ. അപ്പൊ അതേപോലെ അതായത് രണ്ട് ഇതിനാണ് അല്ലെ. സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പാൽ ഉപയോഗിക്കും, തൈര് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോ ഇതൊരിക്കലും രണ്ടും ഒന്നല്ല അല്ലെ, രണ്ടിനും രണ്ട്. അതുപോലെ തന്നെ മഹാദേവൻ എന്ന് പറയുന്നത് ഒരിക്കലും ഭഗവാനല്ല. പലരും അങ്ങനെ പലപ്പോഴും പറയാറുണ്ട്. പരമദിവ്യത്വ കൃഷ്ണനായ ഭഗവാൻ ഇവിടെ വാസുദേവായ കൃഷ്ണായ എന്ന് വർണ്ണിക്കപ്പെട്ടു. കൃഷ്ണനാണ് യഥാർത്ഥ പരമദിവ്യത്വ കൃഷ്ണനായ ഭഗവാൻ. എല്ലാ വിസ്തരണങ്ങളും അദ്ദേഹത്തിന്റെ സമഗ്ര ഭാഗങ്ങളുടെ അഥവാ അദ്ദേഹത്തിന്റെ സമഗ്ര ഭാഗങ്ങളുടെ ഭാഗവുമാണെന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ നേരത്തെ ഭാഗവത്തിൽ പഠിക്കേണ്ടായി അല്ലെ. യഥേച്ഛാംസ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം ഹൃദയന്തി വിവേകി എന്ന് പറഞ്ഞു. കാരണം മറ്റുള്ളതൊക്കെ ഭഗവാന്റെ വിസ്തരണങ്ങളാണ്, എന്നാൽ കൃഷ്ണൻ എന്ന് പറയുന്നത് സ്വയം ഭഗവാൻ തന്നെ. ഭഗവാന്റെ ഭക്തന്മാരായ ദേവന്മാർ അസുരന്മാർ ഉപദ്രവിക്കപ്പെടുമ്പോൾ പരമദിവ്യത്വ കൃഷ്ണനായ ഭഗവാൻ കൃഷ്ണൻ ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷപ്പെടും. അപ്പൊ മറ്റുള്ളതൊക്കെ നമ്മൾ നേരത്തെ ഗോലോക ചാർട്ടിലൊക്കെ പഠിക്കണ്ടേ അല്ലെ. കൃഷ്ണനിൽ നിന്നാണ് എല്ലാ വിസ്തരണങ്ങളും ഉണ്ടായിട്ടുള്ളത് അല്ലെ. വിഷ്ണു എന്ന് പറയുന്നതും കൃഷ്ണന്റെ തന്നെ വിസ്തരണമാണ് അല്ലെ. എന്നാൽ പല സ്ഥലങ്ങളിൽ ദശാവതാരങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ടാവും അല്ലെ. അതില് ഒരു അവതാരമായിട്ട് കൃഷ്ണനെയും കാണിച്ചിരിക്കുന്നു അല്ലെ. അത് ശരിയായ രീതിയല്ല. നമ്മൾ ദശാവതാര കീർത്തനൊക്കെ അല്ലെ, ജയദേവ ഗോസ്വാമിയുടെ ദശാവതാര കീർത്തനത്തിൽ എന്താ പറയുന്നത്? കേശവദ്രുത ബുദ്ധ ശരീര ജയ ജഗദീശ. ഇപ്പോ ബുദ്ധൻ എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ വിസ്തരണമാണ് അല്ലെ. ഇപ്പോ എന്നാലും ബുദ്ധനെ പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കില്ല. അതിനു പകരം കൃഷ്ണനെ തന്നെ ഒരു അവതാരമായിട്ട് കാണിച്ചിട്ടുണ്ടാവും അല്ലെ. ഇത് ശരിയായ രീതിയല്ല. ഭഗവാൻ സ്വയം ഭഗവാൻ എന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ പറഞ്ഞു കൃഷ്ണസ്തു ഭഗവാൻ സ്വയം അവതാരിയാണ്. എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ്സാണ് ഭഗവാൻ. ഓക്കെ, 25ാമത്തെ ശ്ലോകം പറഞ്ഞു എല്ലാ ജീവസത്തകളുടെയും മൂലമായ താമര പുഷ്പം അങ്കുരിച്ചത് അങ്ങയുടെ നാഭിയിൽ നിന്നാകിയാൽ അങ്ങേക്ക് ഞങ്ങൾ ആദരപൂർണമായ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. സദാ ഒരു താമരമാല ധരിക്കുന്ന അങ്ങയുടെ പാദങ്ങൾ താമരപ്പൂൽ വരുന്ന സുന്ദരവും സുരഭിലുമാണ്. അങ്ങയുടെ കണ്ണുകളും കമലദളങ്ങൾ കണക്ക് കമനീയങ്ങളാണ്. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും അങ്ങേക്ക് ഞങ്ങളുടെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഭഗവാനെ വർണ്ണിക്കുമ്പോൾ എപ്പോഴും എന്താണ്? താമരയാണ് അല്ലെ. നേരത്തെ നമ്മൾ കുന്തിമാരാണിയുടെ പ്രാർത്ഥന നമോ പങ്കജനാഭായ അല്ലെ, നമോ പങ്കജനായ. അപ്പോ അതിലൊക്കെ എന്താണ്? താമര തന്നെ. അതേപോലത്തെ പ്രാർത്ഥന തന്നെ ഇവിടെ അല്ലെ. കമലം എന്ന് പറയുന്നത് എന്താണ്? താമര. അപ്പോ അത്രയും സൗന്ദര്യമുള്ളതാണ് താമര പുഷ്പം അല്ലെ. അപ്പൊ ആ താമര കണ്ണാലെ താമര ഇതളുകൾ പോലുള്ള ചുണ്ടുകളോടുകൂടി. അപ്പൊ എപ്പോഴും ഭഗവാനെ വർണ്ണിക്കുമ്പോൾ താമരയോടാണ് വർണ്ണിക്കുന്നത്. അത്രയും മനോഹരമായിട്ടുള്ളതാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ സൃഷ്ടികളും ബ്രഹ്മാവാണ് സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിൽ താമര ആരാണ്? ഭഗവാൻ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളതാണ് അല്ലെ. മറ്റുള്ള സൃഷ്ടികൾക്കൊക്കെ ചുമതല ബ്രഹ്മാവിന് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ താമര ഭഗവാൻ ആദ്യമായിട്ട് സൃഷ്ടിക്കണ്ടേ അല്ലെ. ആ താമരയിലാണ് ബ്രഹ്മാവ് ജനിച്ചത്. കമലനാഭനായ എന്ന വാക്ക് വിഷ്ണു ഭഗവാൻ ഭൗതിക സൃഷ്ടിയുടെ മൂലമാണ്. ഗർഭോദകശായി വിഷ്ണുവിന്റെ നാവിൽ നിന്നും ഒരു താമര പുഷ്പം അങ്കരിച്ചു. ലോകത്തിലെ ആദ്യത്തെ ജീവിയായ ബ്രഹ്മദേവൻ ഈ താമരപ്പൂവിൽ നിന്നാണ് ജനിച്ചത്. അനന്തരം ബ്രഹ്മദേവൻ സമഗ്ര ലോകവും സൃഷ്ടി. അതിനാൽ എല്ലാ സൃഷ്ടിയുടെയും മൂലം വിഷ്ണു ഭഗവാനാണ്. എല്ലാ വിഷ്ണു തത്വങ്ങളുടെയും മൂലം കൃഷ്ണ ഭഗവാനും. ആകയാൽ എല്ലാറ്റിന്റെയും ഉൽപ്പത്തി കൃഷ്ണനിൽ നിന്നാണ്. ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്ന അഹം സർവസ്യ പ്രഭു മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തി മാം ബുധാഭാവ
സമന്വിത. ആധ്യാത്മിക ഭൗതിക ലോകങ്ങളുടെ ഒക്കെ ഉറവിടം എന്ന് പറയുന്നത് ഭഗവാനാണെന്ന് പറയുന്നത്. അങ്ങനെ ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ എന്താണ് എപ്പോഴും ഭഗവാന്റെ സേവനത്തിൽ മുഴുകി കഴിയുന്നു. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവത്തിൽ അല്ലെ വേദാന്ത സൂത്രത്തിൽ പറയുന്നു ജന്മാദ്യസ്യതഃ, ആരിൽ നിന്നാണ് സർവം ഉത്ഭവിച്ചത്, അദ്ദേഹമാണ് പരമസത്യം നിരപേക്ഷ സത്യം. അടുത്ത ശ്ലോകത്തിലും ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട ഭഗവാനെ, ഒരു താമരപ്പൂവിലെ കുങ്കുമം പോലെ മഞ്ഞ വസ്ത്രങ്ങൾ അങ്ങ് ധരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഏതെങ്കിലും ഭൗതിക വസ്തുവിനാൽ നിർമ്മിച്ചതല്ല. എല്ലാ ജീവസത്തുക്കളുടെയും ഹൃദയത്തിൽ വസിക്കുന്നതിനാൽ അങ്ങ് അവയുടെ സകല കർമ്മങ്ങളുടെയും പ്രത്യക്ഷ സാക്ഷിയാണ്. ഞങ്ങൾ അങ്ങേക്ക് വീണ്ടും വീണ്ടും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. എന്താ പറയുന്നു, ഈ ശ്ലോകത്തിൽ പരമദിവ്യകൃഷ്ണ ഭഗവാന്റെ വസ്ത്രവും അദ്ദേഹത്തിന് സർവ്വവ്യാപിയായ സ്വഭാവം ചിത്രീകരിക്കുന്നത്. ഭഗവാൻ ഒരു മഞ്ഞ ഉടയാടെയാണ് അണിഞ്ഞിട്ടുള്ളതെന്ന്. പക്ഷേ അതിനെ ഭൗതിക വസ്ത്രമായി ഒരിക്കലും പരിഗണിക്കാനാവില്ല. ഭഗവാന്റെ വസ്ത്രങ്ങളും ഭഗവാനാണ്. അവ ആധ്യാത്മിക രീതിയിലുള്ളതായതിനാൽ ഭഗവാനിൽ നിന്നും വിഭിന്നമല്ല എന്ന്. എല്ലാം ഭഗവാൻ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും എന്താണ്? അത് ഭഗവാന്റെ വിസ്തരണമായിട്ടുള്ള ബലരാമൻ തന്നെയാണ് അല്ലെ. ബലരാം പൂർണിമ വരുന്ന 9 അല്ലെ. ഭഗവാന്റെ ആദ്യത്തെ വിസ്തരണമാണ് ബലരാമൻ അല്ലെ. ഈ ബലരാമനാണ് ഭഗവാന് ആവശ്യമുള്ള എല്ലാമായിട്ട് സേവക ഭഗവാൻ അല്ലെ, സേവനങ്ങൾ ചെയ്യുന്നത്. എല്ലാ സേവനവും ഭഗവാന് വേണ്ടുന്ന എല്ലാ സേവനങ്ങളും ചെയ്യുന്നത് ആരാണ്? ബലരാമൻ. അപ്പൊ ഭഗവാൻ കിടക്കുന്ന മെത്തയായാലും ഭഗവാന്റെ വസ്ത്രമായാലും ഭഗവാന്റെ കിരീടമായാലും ഭഗവാന്റെ എന്തുപയോഗിക്കുന്ന ഭഗവാന്റെ എല്ലാ വസ്തുക്കളും എന്താണ്? ബലരാമന്റെ വിസ്തരണമാണ്. എല്ലാം ദാമായിട്ട് വന്നിരിക്കുന്നത് ബലരാമൻ തന്നെയാണ്. എല്ലാം ഭഗവാന് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ഇതാണ് ബലരാമനാണ് അല്ലെ. വിഷ്ണു ശയിക്കുന്നത് അനന്തന്റെ മേലെ, അനന്തൻ ബലരാമന്റെ വിസ്തരണം. എല്ലാം എന്തു തന്നെ നോക്കിയാലും എല്ലാം നമ്മുടെ സങ്കീർത്തനത്തിന് ഉപയോഗിക്കുന്ന കർത്താല്, മൃദംഗം, എല്ലാ വസ്തുക്കളുമാരാണ്? ബലരാമനാണ്. അപ്പൊ ഭഗവാന്റെ തന്നെ ആദ്യ വിസ്തരണമായിട്ടുള്ള ബലരാമനാണ് ഭഗവാനെ സേവിക്കുവാനായിട്ട് ഇങ്ങനെ ഓരോ രീതിയിലും ഭഗവാന് സേവനങ്ങൾ ചെയ്യുന്നത് അല്ലെ. അപ്പോ എല്ലാ തരത്തിലും ഭഗവാന് സേവനങ്ങൾ. അപ്പൊ ഇവിടെ മഞ്ഞ ഉടയാട, ഭഗവാൻ മഞ്ഞപ്പെട്ടുടുത്തിരിക്കുന്നു. എന്നാൽ അത് ഭൗതിക വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള, അത് ബലരാമൻ തന്നെ വിസ്തരിച്ചിട്ടുള്ളതാണ്. എല്ലാം ആധ്യാത്മികമായിട്ടുള്ളതാണ്. വിഷ്ണു ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ബദ്ധാത്മാവിന്റെ കർമ്മങ്ങൾക്ക് പ്രത്യക്ഷ സാക്ഷിയാകുന്നതും എങ്ങനെയെന്ന് സർവഭൂത നിവാസായ എന്ന വാക്ക് കൂടുതൽ വ്യക്തമാക്കുന്നു. ഈ ഭൗതിക ലോകത്തിൽ ബദ്ധാത്മാവിന് ധാരാളം മോഹങ്ങളുണ്ട്. അവൻ ആ അഭിലാഷങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത്. അവന്റെ ഈ കാമങ്ങളെല്ലാം പരമദിവ്യ പുരുഷനായ ഭഗവാൻ നിരീക്ഷിക്കുന്നുണ്ട്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, സർവസ്യ ചാഹം സന്നിവിഷ്ടോ മത്തസ്മൃതി ജ്ഞാനമഭവൻ. ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്നു. ജ്ഞാനവും സ്മൃതിയും വിസ്മൃതികളും ഇതിരുന്നു. ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിലിരുന്ന് അവർക്ക് ബുദ്ധി നൽകുകയും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് സ്മൃതി വിസ്മൃതികൾ സാധ്യമാക്കുകയും ചെയ്യുന്നു. ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് അല്ലെ. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മളെ എന്താണോ മനോനില എന്നൊക്കെ ഭഗവാനെ എല്ലാം അറിയും അല്ലെ. അപ്പൊ നമ്മള് ഭഗവാനെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ അതിനുള്ള അവസരങ്ങൾ തരുന്നു അല്ലെ. ഭഗവാനെ ഓർത്ത് ജീവിക്കുവാനായിട്ട് ഭക്തി സേവനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഭഗവാൻ അനുവദിച്ചു തരുന്നു അല്ലെ. പരമോന്നതനെ എന്നേക്കും മറക്കുവാനുള്ള ബുദ്ധി ഭഗവാൻ നൽകുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് എന്താണ്? ഭഗവാൻ അതിനുള്ള ബുദ്ധി നൽകുന്നു. എന്നാൽ ഭഗവാനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയാവും. ജീവസത്ത രാക്ഷസീയനും പരമദിവ്യ പുരുഷനായ ഭഗവാനെ വിസ്മരിക്കാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ഭഗവാൻ അവനെ പരമോന്നതനെ എന്നേക്കും മറക്കുവാനുള്ള ബുദ്ധി നൽകും. അതുപോലെ ഒരുവൻ ഭഗവാനെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്ന പക്ഷം ഭഗവാൻ പരമാത്മാവ് അവന് ഭക്തി സേവനത്തിൽ പുരോഗതി കൈവരിക്കാനുള്ള ബുദ്ധി നൽകും. ഭഗവാൻ നമ്മുടെ ആഗ്രഹങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും കർമ്മങ്ങൾക്ക് സാക്ഷിയാവുകയും ചെയ്യുന്നു. നാം ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ പരമോന്നതനായ ഭഗവാൻ നമുക്ക് ഉണ്ടാക്കി തരുന്നു. അതുകൊണ്ട് നമുക്ക് എന്താണോ നമ്മുടെ ആഗ്രഹം അല്ലെ, അതിന് ഭഗവാൻ ഒരിക്കലും തടസ്സം നിൽക്കുന്നില്ല. നമുക്ക് ഭഗവാനെ മറന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നൽകുന്നു അല്ലെ. യഥേഷ്ടം ഭഗവാനെ മറന്ന് ജീവിക്കാം. ഈ ജന്മത്തിലും ഇനി അടുത്ത് വരുന്ന ജന്മങ്ങളിലും ഭഗവാനെ മറന്ന് ജീവിക്കാം അല്ലെ. ഭഗവാനെ മറന്ന് ജീവിച്ച് ധാരാളം പാപകർമ്മങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അടുത്തതായിട്ട് കുറച്ച് 4 കാലുള്ള ജീവികളായിട്ട് വരും അല്ലെ. പട്ടിയോ പൂച്ചയോ മറ്റുള്ള പന്നിയോ എന്തൊക്കെ അല്ലെ. സ്വന്തം ഇന്ദ്രിയാസ്വാദനത്തിനായിട്ട് സമയം ചെലവഴിച്ചിട്ട് അവർക്ക് യഥേഷ്ടം സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാം. ഭഗവാനെ മറക്കണ്ട, ഭഗവാന്റെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പോ അതുകൊണ്ട് തന്നെ
അതിന് ഭഗവാൻ ഒരിക്കലും തടസ്സം നിൽക്കുന്നില്ല. എന്നാൽ ആരാണോ കൂടുതൽ ഭക്തിയുത സേവനങ്ങൾ അനുഷ്ഠിക്കുവാനും തിരിച്ച് ഭഗവാന്റെ അടുത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നത്, ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് ഹൃദയത്തിൽ പരമാത്മാവായിട്ട് ചൈത്യ ഗുരുവായിരിക്കുന്ന ഭഗവാൻ തന്നെ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു, അവർക്ക് ഭഗവാനെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നൽകുന്നു, അല്ലെ? ആ ഉള്ളിൽ നിന്നും ചൈത്യ ഗുരുവായിട്ട് ഉപദേശങ്ങൾ നൽകുന്നു. അതേ ചൈത്യ ഗുരു തന്നെ പുറമെ ആധ്യാത്മിക ഗുരുവിന്റെ രൂപത്തിൽ വന്നിട്ട് നിർദ്ദേശങ്ങൾ നൽകുകയും സഹായിക്കുകയും ചെയ്യും. അപ്പോ നമ്മള് ആഗ്രഹിക്കണം, അല്ലെ? ചില ആൾക്കാരൊക്കെ പറയും നമുക്ക് എന്താണ് ഭഗവാന്റെ കാര്യം. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയിൽ മാത്രമേ ഭഗവാന്റെ കാരുണ്യം ലഭിക്കൂ, അല്ലെ? നമുക്കിങ്ങനെയൊക്കെ മതി എല്ലാം കണക്കന്നെ അല്ലേ? ഇങ്ങനെ പോകുന്നിടത്തോളം പോട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലരും പറയുന്നേക്കാം, അല്ലെ? അല്ല, നമ്മള് ശ്രീ പ്രഭുപാദർ പറയുന്നു, നമ്മൾ ഈ ജന്മം തന്നെ ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകാനായിട്ട് സീരിയസ് ആയിട്ട് നമ്മൾ ഭക്തി സേവനങ്ങൾ അനുഷ്ഠിക്കണം. ഇനി നമുക്ക് ഒരു ചാൻസ് കൂടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വെറുതെ സമയം പാഴാക്കരുത്, പിന്നെ ആയിക്കോട്ടെ എന്നല്ലേ? ഇനി അടുത്തത് ആയിട്ട് വന്നിട്ട് എങ്ങനെ ഭക്തി ചെയ്യും എന്നുള്ളത് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല, അല്ലെ? അപ്പോ പ്രഭുപാദർ പറഞ്ഞു, ഇതൊരു സുവർണ അവസരമാണ്. അത്രയും പ്രഭുപാദരെ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെ? ധാരാളം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു, ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, ധാരാളം ശിഷ്യന്മാരെ നമ്മളുടെ അടുത്തേക്ക് അയക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ സ്വീകരിക്കുക. നമ്മൾ സീരിയസ് ആയിട്ട് ഭക്തി സേവനങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ കാരുണ്യം ലഭിക്കും, തിരിച്ചു ഭഗവാൻ. ഓക്കെ, അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു, പ്രിയപ്പെട്ട ഭഗവാനെ, ഞങ്ങൾ ബദ്ധാത്മാക്കൾ ജീവിതത്തിന്റെ ശരീര സങ്കല്പത്തിലുള്ള അജ്ഞതയാൽ ആവരണം ചെയ്യപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലായ്പ്പോഴും ഭൗതികാസ്തിന്റെ ദുരിതാവസ്ഥകൾക്ക് മുൻഗണന നൽകുന്നു. ആ ദുരിതാവസ്ഥകളിൽ നിന്ന് മോചിപ്പിക്കുവാൻ അങ്ങ് സ്വയം ഈ അതീന്ദ്രിയ രൂപത്തിൽ ആഗതനായിരിക്കുന്നു. ഇങ്ങനെ ക്ലേശിക്കുന്ന ഞങ്ങൾക്ക് മേലുള്ള അവിടുത്തെ അളവറ്റതും അഹേതുകവുമായ കാരുണ്യത്തിന് തെളിവാണിത്. ആ സ്ഥിതിയിലെത്താൻ അങ്ങേക്ക് എപ്പോഴും താല്പര്യമുള്ള ഭക്തന്മാർക്ക് നൽകുന്ന അനുഗ്രഹത്തെ കുറിച്ചിട്ട് എന്തു പറയാൻ? എന്താ പറയുന്നത്? എപ്പോഴും ഇവിടെ ബദ്ധജീവാത്മാക്കളായിട്ടുള്ളത് ശരീരസങ്കല്പത്തിലാണ്, മറ്റുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ എപ്പോഴും മുൻഗണന നൽകുന്ന അവരാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ ഭഗവാനെ ഓർക്കാനായിട്ട് എപ്പോഴും സാധിച്ചെന്ന് വരില്ല, അല്ലെ? എന്നാൽ ഭഗവാൻ പ്രത്യേക കാരുണ്യം കൊണ്ട് ഭഗവാൻ ഇവിടെ അതീന്ദ്രിയ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നു, അർച്ചാമൂർത്തിയായിട്ട് അവതരിച്ചിരിക്കുന്നു, അല്ലെ? നിങ്ങളെ ക്ലേശിക്കുന്ന ഞങ്ങളുടെ മേലുള്ള അവിടുത്തെ അളവറ്റതും അഹേതുവുമായുള്ള കാരുണ്യത്തിന് തെളിവാണിത് എന്ന്. ആ സ്ഥിതിയിലെത്താൻ അങ്ങേക്ക് എപ്പോഴും താല്പര്യമുള്ള ഭക്തന്മാർക്ക് ലഭ്യമാകുന്ന അനുഗ്രഹത്തെ കുറിച്ചിട്ട് എന്താണ് പറയാൻ? എപ്പോഴും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെ? ഭഗവാൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷനാവുമ്പോൾ ഭക്തന്മാരെ രക്ഷിക്കുവാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാനും പ്രവർത്തിക്കുന്നു. ഭഗവത്ഗീതയിൽ പറയുന്നു, പരിത്രാണായ സാധുന വിനാശായ ച ദുഷ്കൃത. അദ്ദേഹം അസുരന്മാരെ നിഗ്രഹിക്കുകയാണെങ്കിൽ പോലും അവർക്ക് പ്രയോജനമാണ് ലഭിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിച്ച എല്ലാ ജീവാത്മാക്കൾക്കും അർജുനന്റെ രഥം ഓടിച്ചിരുന്ന കൃഷ്ണനെ നേരിൽ കാണാൻ കഴിയുന്നതും അവരുടെ യഥാർത്ഥത്തിലുള്ള വ്യവസ്ഥാപിത പദവി നേടാൻ സാധിച്ചെന്ന് പറയുന്നു. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ ഉപരിപ്ലവമായി രണ്ട് കാര്യങ്ങളാണ്. അസുരന്മാർ വധിക്കപ്പെട്ടു, ഭക്തൻ അർജുനൻ സംരക്ഷിക്കും. എങ്ങനെയായാലും ഫലം എല്ലാവർക്കും ഒരുപോലെയായിരുന്നു. അതുകൊണ്ട് ഭഗവാന്റെ ആഗമനം ഭൗതികാവസ്ഥ മൂലം ഉണ്ടാകുന്ന എല്ലാ ദുരിതാവസ്ഥകളും ഇല്ലാതാക്കുന്നു. അതായത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ, അല്ലെ, ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഭഗവാനെ ദർശിച്ചുകൊണ്ട് മരിച്ചത് കൊണ്ട് തന്നെ ദുഷ്ടന്മാരുടെ പക്ഷത്തായിരുന്നു, അധർമ്മികളുടെ പക്ഷത്തായിരുന്നു കൗരവർ മുഴുവനായിട്ടും, അല്ലെ? അവരുടെ പിന്തുണച്ചവരൊക്കെ. എന്നാൽ അവർക്കൊക്കെ മോക്ഷം ലഭിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ്? അവർക്ക് ഭഗവാനെ മുഖാമുഖം കാണാനായിട്ട് സാധിച്ചു. പാണ്ഡവർക്ക് ലഭിച്ചതിനേക്കാളും കാരുണ്യമാണ് ലഭിച്ചത്. എന്താണ്? പാണ്ഡവരൊക്കെ ഭഗവാന്റെ പിന്നിലായിരുന്നു. അർജുനന്റെ രഥം തളിക്കുകയാണ് ഭഗവാൻ, അല്ലെ? ഭഗവാൻ മുന്നിലാണ്. ഭഗവാനെ മുഖാമുഖം ദർശിക്കുവാൻ, ഭഗവാനെ നേരിട്ട് കാണാൻ പാണ്ഡവ സൈന്യത്തിലുള്ളവർക്ക് നേരിട്ട് കാണാൻ സാധിക്കും. എന്നാൽ കൗരവർക്ക് എല്ലാ ദിവസവും 18 ദിവസവും, അല്ലെ, ആ യുദ്ധം അതിൽ എപ്പോഴും ഭഗവാനെ ദർശിക്കും. നേരത്തെ നമ്മൾ ഭീഷ്മ പിതാമഹന്റെ പ്രാർത്ഥനകളൊക്കെ പഠിക്കുകയുണ്ടായി, അല്ലെ? അപ്പോൾ ഭീഷ്മ പിതാമഹനെ കുറിച്ച് അന്നേരം എന്താ പറയുന്നത്? ഭീഷ്മ പിതാമഹനെ ഭഗവാന്റെ പാർത്ഥസാരഥി രൂപം തന്നെ ദർശിക്കുകയുണ്ടായി, അല്ലെ? എപ്പോഴും ആ ഭഗവാനെ കയ്യില് ചാട്ടവാറും, അല്ലെ, ആ രഥം ഓടിച്ചുകൊണ്ടിരുന്ന കുതിരയുടെ കടിഞ്ഞാണും ചാട്ടവാറും ഒക്കെ കയ്യിൽ പിടിച്ചു വരുന്ന ആ പാർത്ഥസാരഥി രൂപത്തെ തന്നെ എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരുന്നത് ഭീഷ്മ പിതാമഹൻ. അത്രയും യുദ്ധക്കളത്തിലും ഭഗവാനെ സ്മരിക്കുന്നത്. അതാണ് ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാര്. അവരെ
യുദ്ധ അന്തരീക്ഷത്തിലും ഭഗവാനെ തന്നെ സ്മരിക്കുകയുണ്ടായി. എല്ലായ്പ്പോഴും എല്ലാ ദിവസവും ഭഗവാനെ കാണാനായിട്ട് സാധിച്ചു അല്ലെ. അതേ രൂപം തന്നെ ഓർത്തുകൊണ്ട് അദ്ദേഹം ആ ശരീരം ഉപേക്ഷിക്കുന്നു. പിന്നീട് വൈകുണ്ഠത്തിലെ ഭഗവാൻ പാർത്ഥസാരഥി രൂപത്തിലുള്ള ആ വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്തതെന്ന് നമ്മൾ അതിൽ ഭാഗവത്തിൽ പഠിക്കുകയുണ്ടായി. അപ്പോ എല്ലാവർക്കും കാരുണ്യം ലഭിച്ചു എന്ന് പറയും. അവിടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും, മുസ്ലിംമാർക്കും എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം ലഭിച്ചു. അവരൊക്കെ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ശരീരം ഉപേക്ഷിച്ചതുകൊണ്ട് തന്നെ അവർക്കൊക്കെ മോക്ഷപ്രാപ്തി ലഭിക്കുകയുണ്ടായി. ജീവിതത്തിൽ ഭക്തന്മാർ മാത്രമല്ല മറ്റുള്ളവരും അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇല്ലാതാക്കാൻ ഉദ്ദേശിക്കപ്പെട്ടതാണ് ഈ രൂപം എന്ന് ഈ ശ്ലോകത്തിൽ വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. ആവിഷ്കൃതന ക്ലിഷ്ടാനം. പ്രചേതക്കൾ തങ്ങൾ സാധാരണ മനുഷ്യരാണ് സ്വയം തിരിച്ചത്. കിമന്യത് അനുകമ്പിതം. ഭക്തന്മാർ എപ്പോഴും ഭഗവാനാൽ താല്പര്യപൂർവ്വം സ്വീകരിക്കപ്പെടും. ഭഗവാൻ ബദ്ധാത്മാക്കളോട് മാത്രമല്ല ഭക്തിയുത സേവനത്താൽ മുമ്പേ തന്നെ മോചിതരായ ഭക്തന്മാരോടും കാരുണ്യം പ്രകടിപ്പിക്കും. ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്ന ഭഗവത് വിഗ്രഹം അർച്ചാവിഗ്രഹം അഥവാ അർച്ചാവതാരം, ആരാധ്യർഹമായ ബിംബാവതാരം എന്ന് വിളിക്കപ്പെടുന്ന നവഭക്തർക്ക് വേണ്ടിയാണ് ഈ സൗകര്യം. ഇതുമൂലം അവർക്ക് ഭഗവാനെ അഭിമുഖം ദർശിക്കുവാനും അർച്ചനാ രീതിയിൽ ആദര പ്രണാമങ്ങളും യജ്ഞങ്ങളും അർപ്പിക്കുവാൻ കഴിയും. ഇത്തരം സൗകര്യങ്ങളിലൂടെ നവഭക്തർ അവരുടെ യഥാർത്ഥ കൃഷ്ണാബോധത്തിലേക്ക് ക്രമേണ എത്തിച്ചേരും. ആരംഭക്കാർക്ക് ഭഗവാൻ നൽകുന്ന ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹമാണ് ക്ഷേത്രത്തിലെ വിഗ്രഹാരാധന. ആയതിനാൽ എല്ലാ നവഭക്തരും ക്ഷേത്രത്തിലോ ഭവനത്തിലോ നിർബന്ധമായും ഭഗവാന്റെ വിഗ്രഹാരാധനയിൽ മുഴുകണം. ശ്രീപ്രഭുപാദ എന്താ പറയുന്നത്? ഭഗവാൻ നമ്മോട് കാണിക്കുന്ന കാരുണ്യമാണ് അല്ലെ. നമുക്ക് ധ്രുവ മഹാരാജാവിനെ പോലെയോ പ്രഹ്ലാദ് മഹാരാജനെ പോലെയോ പ്രജേതസ്സുകളെ പോലെയൊന്നും ഭഗവാനെ തപസ് ചെയ്തിട്ട് നേരിട്ട് പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ഭഗവാന്റെ കാരുണ്യം നേടാനായിട്ടുള്ള യോഗ്യതയില്ല അല്ലെ, അതിനുള്ള കഴിവില്ല നമുക്ക്. അതുകൊണ്ട് എന്താണ്, നമ്മൾ എവിടെയാണോ ഉള്ളേക്ക് അവിടേക്ക് ഭഗവാൻ വരുന്നു നമ്മോട് കാരുണ്യം കാണിക്കുവാനായിട്ട്, നമ്മുടെ സേവനങ്ങൾ സ്വീകരിക്കുവാനായിട്ട് അല്ലെ. ഭഗവാൻ ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല അല്ലെ. ഭഗവാനെ കുറിച്ച് ബ്രഹ്മസംഹിതയിൽ തന്നെ പറയുന്നത് എന്താണ്? ചിന്താമണി പ്രകരസത്മസു കൽപ വൃഷ ലക്ഷാവൃതേഷു സുരഭീരഭിപാലയന്തം ലക്ഷ്മീ സഹസ്രശത സംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ചിന്താമണി കൊണ്ടുള്ള കൊട്ടാരങ്ങളാണ് അവിടെയാണ് ഭഗവാൻ വസിക്കുന്നത്. എന്ത് വേണമെങ്കിലും എപ്പോഴും ലഭിക്കുന്ന കൽപ്പവൃക്ഷങ്ങളുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും പാൽ ചുരത്തുന്ന സുരഭി പശുക്കളുണ്ട്, അതിനെ ഭഗവാൻ സംരക്ഷിക്കും. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ലക്ഷ്മിമാർ, ഗോപികമാർ ഭഗവാന് സേവനങ്ങൾ ചെയ്യാനായിട്ട് എപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ നമ്മുടെ വീട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ അമ്പലത്തിൽ വന്നിട്ട് എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു കിട്ടിയിട്ട് വേണ്ട ഭഗവാന് വിശപ്പടക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ ലഭിച്ചിട്ട് വേണ്ട സന്തോഷം. ഭഗവാൻ എപ്പോഴും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നാൽ നമ്മോട് കാരുണ്യം കാണിക്കുവാനായിട്ട് നമ്മുടെ അടുത്ത് വരുന്നു അല്ലെ, അത് സ്വീകരിക്കുവാനായിട്ട് ചില വ്യക്തികളൊക്കെ ഉണ്ട്. അവരൊക്കെ ഭഗവാന് ഏറ്റവും ചീപ്പായിട്ടുള്ള വസ്തുക്കളാണ് ഭഗവാൻ. അതല്ല, ഭഗവാന് പ്രഭുപാദർ പറഞ്ഞ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വസ്തുക്കൾ, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വസ്തുക്കൾ അത് ഭഗവാന് നൽകണം. ഏറ്റവും നല്ല വസ്തുക്കളാണ് ഭഗവാന് നൽകേണ്ടത്. ഭഗവാൻ നമ്മളെപ്പോലുള്ള ഒരു സാധാരണ വ്യക്തിയല്ല. അതെ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട അതിഥി വന്നു കഴിഞ്ഞാൽ നമ്മള് മോശമായിട്ടുള്ളതല്ല, ഏറ്റവും ചീപ്പായിട്ടുള്ള വസ്തുക്കളാണ് നൽകുക അല്ല അല്ലെ. നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള വസ്തുക്കളാണ് നൽകുക അല്ലെ. പ്രഭുപാദർ പറയും. അതുപോലെ ഭഗവാൻ എന്ന് പറയുന്നത്, കൃഷ്ണൻ എന്ന് പറയുന്നത് സുപ്രീമാണ്. അദ്ദേഹത്തിന് നമ്മള് എല്ലാ വസ്തുക്കളും നല്ലതായിരിക്കണം, നല്ല ശുദ്ധമായിട്ടുള്ളതായിരിക്കണം, നല്ല ക്വാളിറ്റിയുള്ള വസ്തുക്കളാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അങ്ങനെ ചെയ്യുന്നവർക്ക് ഭഗവാന്റെ കാരുണ്യം അങ്ങനെ കിട്ടും. യഥാമാം പ്രപത്തിന്റെ താമസദൈവ ഭജാമി. നമ്മളൊരു ഏകാദശിയുടെ ഒരു മഹാത്മ്യം പറയുമ്പോൾ പറയുന്നു അല്ലെ, ഭഗവാൻ പോയപ്പോൾ ഒരു വൃദ്ധയായുള്ള സ്ത്രീ എന്താ ചെയ്തത്? ഭഗവാന്റെ അവിടെ വിശ്വാഭാത്ത് ഭഗവാൻ വേഷം മാറിയിട്ട് അവളുടെ അടുത്ത് പോവുകയും അവള് കുറച്ച് കളിമണ്ണ് എടുത്തിട്ട് ഭഗവാന്റെ ആ പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യും അല്ലെ. ഇപ്പൊ ഗോലോക വൃന്ദാവനത്തിൽ എത്തിയപ്പോൾ ഭഗവാന് കളിമണ്ണായിട്ടങ്ങ് കൊടുത്തല്ലോ, അപ്പൊ ഭഗവാൻ കാരുണ്യം കാണിച്ചു, അവിടെ ഗോലോക വൃന്ദാവനത്തിലെത്തി അല്ലെ. എന്നാൽ അവിടെ എല്ലാവർക്കും നേരത്തെ പറഞ്ഞ പോലെ ചിന്താമണി കൊട്ടാരങ്ങൾ, എന്നാൽ ഈ സ്ത്രീക്ക് മാത്രം ഒരു മണ്ണിന്റെ കുടിൽ അല്ലെ. പിന്നീട് ഭഗവാന്റെ ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ട് ആ ഏകാദശിയുടെ
മഹാത്മ്യം പറഞ്ഞു കൊടുക്കും അല്ലെ. ഷട്ടിലെ ഏകാദശിയാണെന്ന് തോന്നി, അതൊരു ഏകാദശിയുടെ മഹാത്മ്യത്തിലാണ് അങ്ങനെ. അപ്പോ അവസാനം ഏകാദശിയുടെ മഹാത്മ്യം പറഞ്ഞു കൊടുക്കുകയും ദേവന്മാർക്ക് അത് അവസാനം ഭഗവാന്റെ കാരുണ്യം ലഭിക്കുകയും ചെയ്തു. ആ ഏകാദശി മഹാത്മ്യം പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ അവളുടെ പാവങ്ങളൊക്കെ ഇല്ലാതായി തീരുകയും അവൾക്ക് എല്ലാവരെയും പോലെ എല്ലാ ധാനധാന്യങ്ങളുമുള്ള സമ്പത്തുള്ള അങ്ങനെ എല്ലാം അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. അപ്പൊ ഭഗവാൻ എങ്ങനെയാണോ നൽകുന്നത് അതുപോലെ തന്നെ തിരിച്ചും യഥാമം പ്രവർത്തിജൈവ ഭജാമ്യം. അപ്പൊ ഭഗവാന് ഏറ്റവും ചീപ്പായിട്ടുള്ള ഏറ്റവും ലോ ക്വാളിറ്റി സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാനും തിരിച്ചും അങ്ങനെ തന്നെയാണ് ഭഗവാന്റെ ലഭിക്കുക അല്ലെ. എന്നാൽ എന്തായാലും കൊടുത്തത് കൊണ്ട് ഭഗവാൻ കാരുണ്യം കാണിക്കും അല്ലെ. അപ്പൊ അങ്ങനെയല്ല, ഭഗവാൻ എപ്പോഴും ക്വാളിറ്റിയുള്ള വസ്തുക്കൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഭഗവാൻ തന്നെയാണ് അല്ലെ. അത് വിശ്വാസമില്ലാത്തവർക്കാണ്. ഭഗവാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രഭാതത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ ഇവിടെ പറഞ്ഞ അടുത്ത ശ്ലോകത്തിലാണ് അല്ലെ. യോമേ ഭക്തിയാ പ്രേഷ്യതി അല്ലെ അശ്നാമി ഭേദാത്മ. സ്നേഹത്തോടും ഭക്തിയോടും നിങ്ങൾ നൽകുന്നതൊക്കെ ഭഗവാൻ സ്വീകരിക്കും എന്ന് പറയുന്നു അല്ലെ. ചില പ്രഭുപാദ എടുത്ത് ഒരാൾ ചോദിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ ഈ കർട്ടനൊക്കെ ഇട്ട് മണിയൊക്കെ മുട്ടിയാല് ഭഗവാൻ കഴിക്കുമെന്നാണ്. എന്താണോ പ്രഭുപാദർ പറഞ്ഞു, ഭഗവാൻ പറഞ്ഞിരിക്കുന്നു അശ്നാമി ഭേദാത്മ, ഞാനത് സ്വീകരിക്കും. എങ്ങനെ നൽകണം? സ്നേഹത്തോടും ഭക്തിയോടും കൂടി നൽകണം അല്ലെ. അല്ലാതെ ഇതൊക്കെ ചെയ്യണല്ലോ, മതി ഇത്രയൊക്കെ മതി ഭഗവാനെ, അങ്ങനെയല്ല. ഭഗവാനെ ഏറ്റവും നല്ല വസ്തുക്കൾ നൽകണം അല്ലെ. ഓക്കെ, അപ്പോൾ ഇത് ഭഗവാന്റെ പ്രത്യേക കാരുണ്യമാണ്. ഭഗവാൻ വിഗ്രഹ രൂപത്തില് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് അർച്ചാമൂർത്തിയായിട്ട് അല്ലെ. ഇത് വെറും ഒരു എന്തെങ്കിലും ലോഹത്തിന്റെയോ അല്ലെങ്കിൽ കളിമണ്ണിന്റെ ആയാലോ അല്ലെങ്കിൽ മരത്തിന്റെ ആയാലോ വെറും ഒരു വിഗ്രഹമല്ല അല്ലെ. നേരത്തെ ഭഗവാൻ പറഞ്ഞു പ്രതിമാനഹിത്തു സാക്ഷാ അല്ലെ. സാക്ഷി ഗോപാലായിട്ട് സാക്ഷി പറയാൻ വൃന്ദാവനത്തിൽ നിന്നും ജഗന്നാഥപുരിയിലേക്ക് പോയി അല്ലെ. ആ ബ്രാഹ്മണക്കുട്ടി പറയും, നിനക്ക് സംസാരിക്കാൻ പറ്റെങ്കിലേ നിനക്ക് നടക്കാനും പറ്റും അല്ലെ, എന്റെ കൂടെ വാ സാക്ഷി പറയാനായിട്ട് എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോവുകയുണ്ടായി അല്ലെ, വൃന്ദാവനത്തിൽ നിന്നും ജഗന്നാഥപുരിയിലേക്ക് ഗോപാലിനെ. അപ്പൊ എന്താണ്, അവന് വിശ്വാസമുണ്ട് ഭഗവാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനെ നടക്കാനും സാധിക്കും. പ്രതിമാനഹിത്തു സാക്ഷാൽ ബ്രജേന്ദ്രനന്ദൻ, അങ്ങ് ബ്രജേന്ദ്രനന്ദനാണ്, നന്ദ മഹാരാജാവിന്റെ യശോദാമയുടെ പുത്രനായിട്ടുള്ള അങ്ങ് ഒരു വ്യക്തി തന്നെയാണ്. അങ്ങക്ക് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങ് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങക്ക് നടക്കാനും സാധിക്കും, എന്റെ കൂടെ വന്നിട്ട് സാക്ഷി പറയാനും സാധിക്കും അല്ലെ. അപ്പൊ ഭഗവാൻ അതുകൊണ്ട് സാക്ഷി, അതുകൊണ്ടാണ് പലരും പറയുന്ന കേൾക്കാം അല്ലെ, ഭഗവാനെ സാക്ഷിയാക്കിയിട്ടൊന്നും പറയരുത് നമ്മളൊന്നും പറയുന്നു അല്ലെ. അതാണ് സാക്ഷി പറയാനായിട്ട് ഭഗവാൻ പറയേണ്ടതായിട്ട് പല ലീലകളിലും ഉണ്ട്. അവിടെ ബംഗുബിഹാരിയുടെ ഒരു ലീലയിൽ പറയുന്നു, അവിടെ പണം കടം കൊടുത്തിട്ട് പിന്നീട് വഞ്ചിക്കുകയൊക്കെ ചെയ്തിട്ട് അത് തിരിച്ചു കൊടുത്തിട്ടും പിന്നീട് ആ ഒരു കടം കൊടുക്കുന്ന ആള് അവരെ ചീറ്റ് ചെയ്യിക്കും. അതിനൊക്കെ സാക്ഷിയുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ബംഗുബിഹാരി പോയിട്ട് അവിടെ സാക്ഷി പറയുന്ന ലീലയൊക്കെ പറയുന്നു. അപ്പൊ ഭഗവാൻ അങ്ങനെ പലപ്പോഴും ഭക്തന്മാരുടെ കൂടെ സാക്ഷി പറയാനായിട്ട്, ഭക്തന്മാർക്ക് സേവനങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ഭഗവാൻ വരും അല്ലെ. ജയദേവ ഗോസ്വാമിക്ക് അവിടെ അദ്ദേഹത്തിന്റെ മൂർത്തിയായിരിക്കുന്ന രാധാമാധവ്, ആ മാധവ് ഭഗവാൻ അദ്ദേഹത്തിന് വീട് മേയാനോ ഓലയൊക്കെ എടുത്തു കൊടുക്കുകയുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ധാരാളം ലീലകളുണ്ട് ഭഗവാൻ ഭക്തന്മാരുടെ കൂടെ ലീലകൾ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് വെറും പ്രതിമയല്ല അല്ലെ. നമുക്ക് നമ്മുടെ ഭൗതികമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള വസ്തുക്കൾ മാത്രമേ ദർശിക്കുവാൻ പറ്റൂ അല്ലെ. ഭഗവാന്റെ അതീന്ദ്രിയ രൂപം ദർശിക്കുവാനായിട്ടുള്ള കണ്ണുകൾ നമുക്കില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നു അല്ലെ, പ്രജേതസ്സുകളും അവർ പറയുന്നു അല്ലെ, ഭഗവാന്റെ അതീന്ദ്രിയ രൂപം ദർശിക്കാനായിട്ട് എന്താ, പ്രേമാഞ്ജനച്ചുരിത ഭക്തി, പ്രേമത്തിന്റെ അഞ്ജനം എഴുതിയ കണ്ണുകൾക്ക് ഭഗവാനെ എപ്പോഴും ഭഗവാന്റെ അതീന്ദ്രിയ രൂപം അല്ലെ. എന്നാൽ ഭഗവാൻ നമുക്ക് അത്രയും ക്വാളിഫിക്കേഷൻ ഇല്ലാതെ കൊണ്ട് ഭഗവാൻ എന്താണ്, നമുക്ക് ഏത് രൂപത്തിലാണോ ഭഗവാനെ കാണാൻ സാധിക്കുന്നത് ആ രൂപത്തിൽ ഭഗവാൻ അവതരിക്കുന്നു. നമുക്ക് കല്ലായാലും മരമായാലും ലോഹമായാലും ഇതൊക്കെ നമ്മുടെ ഈ ചർമ്മചക്ഷുഷ് കൊണ്ട് ഭൗതിക നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ ഭഗവാൻ ആ വസ്തുക്കളിൽ ഭഗവാൻ അവതരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ മരത്തിൽ അവതരിച്ചു എന്ന് വെച്ചാൽ അതൊരു വെറും മരമല്ല അല്ലെ. വേറെ കല്ലിൽ അവതരിച്ച് അതൊരു വെറും കല്ലല്ല അല്ലെ. എന്തിലായാലും അത് തീർച്ചയായിട്ടും ഭഗവാൻ തന്നെയാണ്, അതൊരു വെറും പ്രതിമയല്ല അല്ലെ. അതുകൊണ്ട് അങ്ങനെ കരുതുന്നവനെന്താണ്, നേരത്തെ പറഞ്ഞിട്ടുള്ള പാഷണ്ഡികള് അവിശ്വാസികള് അവര് നരകത്തിൽ പോകും എന്ന് പറയും. ഭഗവാന്റെ ആ രൂപം വെറും കല്ലാണോ അല്ലെങ്കിൽ മരമാണോ എന്ന് കരുതുന്നത്. അപ്പൊ ഭഗവാൻ ഏത് രൂപത്തിൽ വേണമെങ്കിലും അവതരിക്കാം. അപ്പൊ ഭഗവാൻ നമുക്ക്
കാണാൻ സാധിക്കുന്ന, നമുക്ക് സേവനങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിൽ ഭഗവാൻ അവതരിച്ചിരിക്കുന്നു അല്ലെ. ഇവിടെ മാനസപൂജ ചെയ്യുന്നവരെയൊക്കെ പറയുന്നു, അവരുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഭഗവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മാനസപൂജ ചെയ്യാനായിട്ട് മതി, അതും ഭഗവാൻ സ്വീകരിക്കും. എന്നാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഭഗവാനെ ഓർക്കാനോ ഭഗവാന് സേവനങ്ങൾ ചെയ്യാൻ ഒരു 100 കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ മനസ്സിൽ അല്ലെ. അപ്പോ ഇവിടെയുള്ള ആരംഭ ഭക്തർക്ക് വേണ്ടിയിട്ടാണ് പ്രഭുപാദർ പറയുന്നു, നമുക്ക് ഭക്തിയില് പുരോഗമിച്ച് വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താണ് എപ്പോഴും ഭഗവാനെ സ്മരിക്കാനും ഭഗവാന്റെ ആ രൂപം കാണാനും അത് പ്രകാരം നമുക്ക് ഭക്തി സേവനങ്ങൾ അർപ്പിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാൻ നമ്മുടെ മുന്നിൽ അർച്ചാമൂർത്തിയായിട്ട് വന്നിരിക്കുന്നു. അത് നമുക്ക് നേരിട്ട് ഭഗവാനെ സേവനങ്ങൾ ചെയ്യാമെന്ന്. നവഭക്തർക്ക് വേണ്ടിയാണ് ഈ സൗകര്യം. ഇതുമൂലം അവർക്ക് ഭഗവാനെ അഭിമുഖം ദർശിക്കുവാനും അർച്ചനാ രീതിയിൽ ആദരപ്രണാമങ്ങൾ അർപ്പിക്കുവാനും യജ്ഞങ്ങളും അർപ്പിക്കുവാനും കഴിയും. അത്തരം സൗകര്യങ്ങളിലൂടെ നവഭക്തന്മാർ അവരുടെ യഥാർത്ഥ കൃഷ്ണാബോധത്തിലേക്ക് ക്രമേണ എത്തിച്ചേരും. ആരംഭക്കാർക്ക് ഭഗവാൻ നൽകുന്ന ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹമാണ് ക്ഷേത്രത്തിലെ വിഗ്രഹാരാധന. അതിനാൽ എല്ലാ നവഭക്തരും ക്ഷേത്രത്തിലോ ഭവനത്തിലോ നിർബന്ധമായും ഭഗവാന്റെ വിഗ്രഹാരാധനയിൽ ആരംഭ ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ കാരുണ്യമാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്നുകിൽ അമ്പലത്തില് അല്ലെങ്കിൽ വീട്ടിലായാലും നിർബന്ധമായിട്ടും ഭഗവാന്റെ വിഗ്രഹാരാധനയിൽ മുഴുകണം. വിഗ്രഹമില്ല എങ്കിൽ ഫോട്ടോ ആയാലും അതും ഭഗവാൻ തന്നെയാണ് അല്ലെ. ആ ഫോട്ടോന് നമുക്ക് ആരതിയൊക്കെ ചെയ്യാം, നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കാം. വിഗ്രഹം ഇല്ലാത്തവരിന് വിഗ്രഹം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സേവനങ്ങൾ ചെയ്യാം, അങ്ങനെയില്ല. ഭഗവാന്റെ പിക്ചർ ആയാലും അതും ഭഗവാൻ തന്നെയാണ് അല്ലെ. വൃന്ദാവനത്തിലുണ്ട് അവിടെ അവിടെ ബർസാനയിൽ ഒരു ക്ഷേത്രമുണ്ട്, രാധാരാണി. അവിടെ രാധാകൃഷ്ണന്മാരുടെ പിക്ചറാണ്, അവിടെ വിഗ്രഹമൊന്നുമില്ല. ഒരു മാൻലീല നടത്തിയിട്ടുള്ള ആ ഒരു ഇത്, മയിലിനെ പോലെ നൃത്തം ചെയ്തിട്ട് രാധാകൃഷ്ണന്മാർ മയിലിനെ പോലെ നൃത്തം ചെയ്യുന്ന ഒരു ലീലയുണ്ട് അവിടെ. ആ മാൻലീല നടന്ന സ്ഥലത്ത് ഭഗവാന്റെ രാധാകൃഷ്ണന്മാരുടെ ഒരു പിക്ചറാണ്, ഫോട്ടോ വെച്ചിട്ടാണ് അവർ. വലിയ ക്ഷേത്രമൊക്കെയാണ്, എന്നാൽ അവിടെ ക്ഷേത്രത്തിൽ വിഗ്രഹമല്ല, അതിനു പകരം ഭഗവാന്റെ ആ ലീലകളുള്ള ഫോട്ടോ ആണ്. അതിനാണ് പൂജകൾ ചെയ്യുന്ന നിവേദ്യങ്ങൾ. അപ്പോ ഭഗവാന്റെ വിഗ്രഹമായാലും ഫോട്ടോ ആയാലും എല്ലാം ഭഗവാൻ തന്നെയാണ്, അതിൽ യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ അതിന് നമുക്ക് സേവനങ്ങൾ ചെയ്യാം, അത് ഭഗവാന്റെ പ്രത്യേക കാരണം. ധാരാളം ലീലകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത് വെറും പ്രതിമയല്ല, നമ്മുടെ ഉടുപ്പിയിൽ തന്നെ ഉടുപ്പി ഭഗവാൻ അല്ലെ പുറംതിരിഞ്ഞ് നിൽക്കുന്നു. ഭഗവാൻ കനകദാസിന് സേവനങ്ങൾ ചെയ്യാം, കനകദാസിന് കാരുണ്യം നൽകാനായിട്ട് അല്ലെ. അങ്ങനെ ധാരാളം നേരത്തെ പറയുന്ന ഗോപാൽ ഭട്ട ഗോസ്വാമിയുടെ രാധാരമൺ അല്ലെ, സാലഗ്രാമശില രാധാരമണായിട്ട്. അപ്പോ ചെറുതോ വലുതോ ഇതൊന്നും കാര്യമല്ല അല്ലെ. നമ്മുടെ അടുത്ത് ചെറിയ വിഗ്രഹമാണ്, ക്ഷേത്രത്തിലൊക്കെ വലിയ വിഗ്രഹമാണ് അല്ലെ. നമ്മുടെ അടുത്ത് ചെറിയ ഫോട്ടോ ആണ്, വേറെ വലിയ ഫോട്ടോ ആണ്. നമ്മുടെ ചെറിയ സാലഗ്രാമാണ്, വേറെ അടുത്തൊക്കെ വലുത്, അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ എല്ലാറ്റിലും ഭഗവാൻ തന്നെ. സാലഗ്രാമശിലകളിൽ ഭഗവാൻ, അതുപോലെ തന്നെ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നതും ഭഗവാൻ തന്നെ. അത് ചെറിയ മൂർത്തിയാണോ വലിയ മൂർത്തിയാണോ ഇതൊന്നും ഒരു പ്രശ്നമില്ല അല്ലെ. രാധാരമൺ ചെറിയ മൂർത്തിയാണ്, ഏറ്റവും ചെറിയ മൂർത്തിയാണ് വൃന്ദാവനത്തിലുള്ളത്. 12 ഇഞ്ച് മാത്രമാണ് അല്ലെ. എന്നാൽ ആ ഗോപാൽ ഭട്ട സ്വാമിക്ക് എല്ലാ കാരുണ്യവും നൽകിയിട്ട് രാധാരമൺ അല്ലെ. എല്ലാ ഭക്തന്മാർക്കും എല്ലാ കാരുണ്യവും നൽകി, വൃന്ദാവനം വിട്ട് എവിടേക്കും പോകില്ല. വലുതോ ചെറുതോ എന്നതൊന്നും ഒരു പ്രശ്നമല്ല. ഫോട്ടോ ആണോ ഇതാണ് വിഗ്രഹം, അതിന് നമ്മൾ ചെയ്യുന്ന അതാണ് പറയുന്നത്. ഭാവഗ്രാഹി ജനാർദ്ദന അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു, ഭഗവാൻ നമ്മുടെ ഭാവമാണ് നോക്കുക അല്ലെ. നമ്മൾ ഏത് ഭാവത്തോടെയാണ് ഭഗവാനെ സേവനങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇന്ന് വേറൊരു വിശേഷ ദിവസം കൂടിയുണ്ട്. ചില രൂപ ഗോസ്വാമിയുടെ തിരോഭാവ ദിനമാണ്. ശ്രീല രൂപ ഗോസ്വാമി എന്ന് പറയുന്നത് രൂപമഞ്ചരിയാണ് അല്ലെ. ഇപ്പോ വൃന്ദാവനത്തിൽ പോയിട്ടുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും രൂപ ഗോസ്വാമിയുടെ സമാധി അവിടെ രാധാദാമോദർ ക്ഷേത്രത്തിലുണ്ട് അല്ലെ. ശ്രീ രൂപ ഗോസ്വാമിയുടെ സമാധി ശ്രീല പ്രഭുപാദർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് രൂപ ഗോസ്വാമി. ശ്രീല പ്രഭുപാദർ ആ രൂപ ഗോസ്വാമിയുടെ സമാധിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പ്രഭുപാദർക്ക് ഈ ഒരു ദൗത്യം നിറവേറ്റാനായിട്ട് സാധിച്ചുള്ളത്. അമേരിക്കയിലേക്ക് പോകാനായിട്ടും കൃഷ്ണാബോധം പ്രചരിപ്പിക്കാനും എല്ലാ ദിവസവും രൂപ ഗോസ്വാമിയുടെ സമാധി വൃത്തിയാക്കും അവിടെ പോയിട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. രാത്രികളിൽ പ്രഭുപാദർ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇതിനൊക്കെ തർജ്ജമ ചെയ്യുമ്പോൾ രൂപ ഗോസ്വാമി അവിടെ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. രൂപ ഗോസ്വാമി എന്ന് പറയുന്നത് രൂപമഞ്ചരിയാണ്, ഭഗവാന്റെ നിത്യലീലയിലുള്ള മഞ്ചരിയാണ്. അപ്പൊ ആ രൂപ ഗോസ്വാമി ഭഗവാന്റെ നിത്യലീലയിലേക്ക് തിരിച്ചു പോയിട്ടുള്ള സ്ഥിതിയാണിന്ന്. ഇപ്പോ
ഭക്തിത സേവനത്തിൽ നമുക്ക് മുന്നേറാനായിട്ട് ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണ്ടെങ്കിൽ രൂപഗോസ്വാമിയുടെ കാരുണ്യം വൃന്ദാവനത്തിലുണ്ട്. VIH ഇൻസ്റ്റിറ്റ്യൂട്ട്, വൃന്ദാവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അവിടെ രൂപഗോസ്വാമിയുടെ പാതുകങ്ങളുണ്ട് അവിടെ. അതുപോലെ രൂപഗോസ്വാമിയുടെ വലിയൊരു പിക്ചറുമുണ്ട്. അപ്പൊ അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാവരും അവിടുന്ന് ആധ്യാത്മിക കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് തുടങ്ങും. അവിടെ നമസ്കരിച്ച് രൂപഗോസ്വാമിയുടെ കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചിട്ട്, രൂപഗോസ്വാമിയുടെ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് ശാസ്ത്രങ്ങള് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. രൂപഗോസ്വാമിയാണ് എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് വിവരിച്ചു. ഈ ഗോസ്വാമിമാരിൽ ഏറ്റവും കൂടുതൽ ഭഗവാനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കി തന്നിട്ടുള്ള രൂപഗോസ്വാമിയാണ്. അല്ലെ, നമ്മൾ ഭക്തിശാസ്ത്രിയിലൊക്കെ പഠിക്കുന്നു. ഉപദേശാമൃതം, അല്ലെ, ഭക്തിരസാമൃത സിന്ധു, ഇതൊക്കെ രൂപഗോസ്വാമിയുടെ ഗ്രന്ഥങ്ങളാണ്. അല്ലെ, ഭക്തിരസാമൃത സിന്ധു ശ്രീ ചൈതന്യ മഹാപ്രഭു രൂപഗോസ്വാമിക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ അതൊരു ചുരുക്കമാക്കിയിട്ട്, അല്ലെ, അത് സമുദ്രം പോലെയാണ് ഉള്ള കാര്യങ്ങളാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അല്ലെ, ശ്രീ ചൈതന്യ മഹാപ്രഭു തന്നെ പറയുന്നു, ഒരു സമുദ്രം പോലെയാണ് ഭഗവാന്റെ ലീലകളൊക്കെ, എന്നാൽ ഞാൻ അതിലൊരു ഡ്രോപ്സ്, അല്ലെ, ഒരു തുള്ളി മാത്രം, ബിന്ദു, അല്ലെ, ഒരു സിന്ധുവാണ്, ഓഷ്യനാണ്, എന്നാൽ അതിലൊരു ബിന്ദു. അപ്പോ അത്രയും കാര്യങ്ങൾ നമുക്ക് വീണ്ടും ഭക്തിരസാമൃത സിന്ധു എന്നതിലൂടെ രൂപഗോസ്വാമി നമുക്ക് വെളിപ്പെടുത്തി തരുന്ന, വിശദമാക്കി തരുന്ന ഭക്തിയുത സേവനത്തെ കുറിച്ചും ഭഗവാനെ കുറിച്ചും, അതുപോലെ തന്നെ ഉപദേശാമൃതത്തിൽ, അല്ലെ, എങ്ങനെ ഭക്തിയുത സേവനങ്ങൾ അനുഷ്ഠിക്കണം, ഭക്തിയുത സേവനത്തിൽ എങ്ങനെ വളരാം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ ഇങ്ങനെയുള്ള അമൂല്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതാരാണ്? ശ്രീ രൂപഗോസ്വാമിയാണ്. അപ്പോ നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള കൂടുതൽ അറിയാനായിട്ടും ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ എന്താണ് രൂപഗോസ്വാമിയുടെ കാരുണ്യം നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള ആ രൂപഗോസ്വാമിയോട് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കും കൂടുതൽ ഭഗവാനെ കുറിച്ച് അറിയാനൊക്കെ കഴിയട്ടെ എന്ന് ഗുരുപരമ്പരയുടെയും രൂപഗോസ്വാമിയുടെ ഒക്കെ കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നല്ല രൂപഗോസ്വാമി അഷ്ടകം കൂടി ചൊല്ലിയിട്ട് നമുക്ക് ക്ലാസ് ഇവിടെ ചുരുക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. ധാരാളം കാര്യങ്ങളുടെ രൂപഗോസ്വാമിയെ കുറിച്ചിട്ട് പറയാനായിട്ട്. ഓക്കെ, അപ്പോ ഭാഗവതവും ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഹരേ കൃഷ്ണ. ഷഡ്ഗോസ്വാമി അഷ്ടകം ചൊല്ലിയിട്ട് നിർത്താം. ഓക്കെ, എല്ലാവർക്കും ഹരേ കൃഷ്ണ. हरे कृष्णा, हरे कृष्णा। श्रील रूप गोस्वामी पाद की जय। कृष्णा कीर्तन गान नर्तन परो प्रेमामृताम्बोनिधि धीरा धीरा जन प्रिया प्रिय करो निर्मत्सर पूजितो श्री चैतन्य कृपापरो भुवि भुवो भावारहन्ता करो वन्दे रूप सनातनो रघुयुगो श्रीजीव गोपालको नाना शास्त्र विचारणैक निपुणा सद्धर्म संस्थापको लोकानां हितकारिणो त्रिभुवने मान्यो शरण्याकरो राधा कृष्ण पदारविन्द भजना नन्देन मातालिको वन्दे रूप सनातनो रघुयुगो श्रीजीव गोपालको श्री गौरंग गुण
निस्तारको वन्दे रूपसनातनो रघुयुगो श्रीदेवगोपालको त्यक्त्वा पूर्णमशेषमण्डलपति श्रीं सदा तुच्छव भूत्वा दीनगणेशको करुणया कौपीनकण्डाश्रितो गोपी भावरसामृतापि लहरी कल्लोलमग्नो मुहुः वन्दे रूपसनातनो रघुयुगो श्रीजीवगोपालको पूजतो किल हंससारसगणा कीर्णे मयूराणि नानारत्ननिबन्धमूलवितपा प्रियस्तवृन्दावने राधाकृष्णमहर्निशं प्रददत्ता जीवार्पया मुदा वन्दे रूपसनातनो रघुयुगो श्रीजीवगोपालको संख्यापूर्वकनामगाननटिति कालावसानीकृतो निद्राहारविहारकादिविहितो प्रात्यन्ददीनौ तयो राधाकृष्णगुणास्मृतिर्मधुरिमा नन्देन सम्मोहितो वन्दे रूपसनातनो रघुयुगो श्रीजीवगोपालको राधाकुण्डतटे काळिन्दतनया तीरे च वंशीवटे प्रेमोन्मादवशादशेषदशया ग्रस्तौ प्रमत्तौ सदा गायन्तौ च कदा हरिर्गुणवरम् भावाभिभूतौ मुदा वन्दे रूपसनातन रघुयुगो श्रीजीवगोपालको श्रीराधेव्रजदेविके चलनिते हे नन्दसूनो कुदा श्रीगोवर्धनकल्पपादपतले काळिन्दिवादि कुदा घोषन्तावति सर्वतो व्रतपुरे हेतैर्महाविह्वलो वन्दे रूपसनातनो रघुयुगो श्रीजीवगोपालको वन्दे रूपसनातनो रघुयुगो ശ്രീജീവഗോപാലക. ഷഡ്കോശമസ്തിന്റെ വിവർത്തനം കുറെ ഉണ്ട്, അപ്പൊ ഇതൊന്നും വായിക്കുന്നില്ല. എല്ലാവരും അതിന്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവരെയും ഒച്ച കേൾക്കാത്തോണ്ട് അവനൊന്നും മനസ്സിലാവുന്നില്ല. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.